ലക്ഷ്മി, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിൽ മാത്രം 64 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്താകമാനം 363 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മരണം കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. 24-കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്. ഇന്നലെയും 59-കാരനായിട്ടുള്ള ഒരു യുവാവിൻ്റെ മരണം കൂടി കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനുവരി തൊട്ട് ഈ മാസം വരെ 7 പേർ കേരളത്തിൽ മാത്രം കോവിഡ് മൂലം മരണപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആശ്വാസകരമെന്ന് പറയാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 383 പേർ രോഗം ഭേദമായി ഡിസ്ചാർജ് ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും ഈ രോഗം സ്ഥിരീകരിക്കുന്നവരെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. നടപടികൾ, പ്രൊസീജിയറുകൾ എല്ലാം തന്നെ കൃത്യമായി തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇന്നലെ, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തെക്കാൾ രോഗികൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ ചെയ്തൊരു സംസ്ഥാനമുണ്ട്. അത് പശ്ചിമ ബംഗാളാണ്. 72 രോഗികളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിന് തൊട്ടു പിന്നാലെ തന്നെ മഹാരാഷ്ട്രയും അതുപോലെ ഡൽഹിയും